ഹലോ എവരി വൺ. ഈ പടം കാണാൻ വേണ്ടി ഫസ്റ്റത്തെ റീസൺ ഞാൻ പറയട്ടെ, നമ്മുടെ കലാഭവൻ ഷാജോൻ ചേട്ടൻ പുള്ളി അങ്ങോട്ട് തകർത്ത് ആടിയിട്ടുണ്ട്. നമ്മുടെ സേതുരാമയ്യറിൻ്റെ വകയിലൊരു അനിയന അങ്ങനെ ആരെങ്കിലും ആയിട്ട് നമുക്ക് പെടുത്താം. ആ ഒരു റേഞ്ചിലുള്ള പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട് ഷാജോൻ ചേട്ടൻ. എന്താ മോനെ ആക്ടിങ്. ഷാജോൻ ചേട്ടൻ പോലീസ് വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണല്ലേ. അത് നമ്മുടെ ദൃശ്യത്തിൽ ആണ് അത് ഫസ്റ്റ് കണ്ടത്. അപ്പം മുതൽ ഒരു വേറെ തന്നെ ഒരു വൈബാണ് ആ പുള്ളി പോലീസിൻ്റെ വേഷം ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് ശരിക്ക് കാണിക്കുന്നുണ്ട്, അതിൻ്റെ എക്സ്ട്രീം ലെവൽ കാണിക്കുന്നുണ്ട്. കാരണം 33 വർഷം പുള്ളി സർവീസിൽ ചെയ്തിട്ട് അതിൽ നിന്ന് വിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആ പെയിനും ആ വിഷമമൊക്കെ പുള്ളിയുടെ ഓരോ നോട്ടത്തിലും എക്സ്പ്രഷനിലൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഷാജോൻ ചേട്ടൻ. ഈ പടത്തിൻ്റെ 90% ആൾക്കാരും പുതിയതാണ്. അതിപ്പോൾ ഡയറക്ടർ മുതൽ ടെക്നിക്കൽ സൈഡ് വരെയും ആക്ടേഴ്സിൽ പോലും ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയൂല ഇത് പുതിയ ന്യൂ കമ്മേഴ്സാണ് ചെയ്തേക്കണത്. അപ്പോൾ അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് പടം. അതിനകത്ത് ഇപ്പോൾ എടുത്തു പറയാൻ സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. എൻ്റെ മോനെ, നമ്മുടെ ത്രില്ലറിൻ്റെയും സസ്പെൻസിൻ്റെയൊക്കെ തലതൊട്ടപ്പന്മാരായ എസ് എൻ സ്വാമി അല്ലെങ്കിൽ ജിത്തു ജോസഫ് ആ ഒരു റേഞ്ചിലൊന്നും വരൂല്ലെങ്കിൽ പോലും ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു സസ്പെൻസും ഒക്കെ തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ കഥ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി ആവട്ടെ, മ്യൂസിക് ആവട്ടെ, എഡിറ്റിങ് എല്ലാം ഒട്ടും തന്നെ നമുക്ക് തോന്നൂല ഇത് പുതിയ ആൾക്കാരുടെ പരിപാടിയാണ്. ക്യാമറമാൻ ഞാൻ കേട്ടത് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ടീമാണെന്നാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഭിനയത്തിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഹീറോ ഷാജോൻ ചേട്ടൻ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി. അതിനകത്ത് എടുത്തു പറയേണ്ട ഇതാണ്, അത് ഡയറക്റ്റ് കൂടിയുള്ള കോംപ്ലിമെൻ്റ് ആണ്. കാരണം പടം തുടങ്ങി ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഏതാണ് റേഞ്ച് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് ഡയറക്ടറും അതെ, ഷാജോൻ ചേട്ടനും അതെ. അമ്മാതിരി ഒരു ഐറ്റം ഉണ്ട്. ഷാജോൻ ചേട്ടൻ്റെ ഒരു ബ്രില്യൻസും ഡെഡിക്കേഷനും കഴിവൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പരിപാടിയുണ്ട്. അത് എനിക്കിതുവരെ കണ്ടതിൽ ആ ഒരു ട്രീറ്റ്മെന്റ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ജോസഫിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഐറ്റം, ഇതുവരെ കാണാത്തൊരു വെറൈറ്റി ആയിട്ടാണ് ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഇറക്കണത്. ചെറിയൊരു പരിപാടിയാണ്, പക്ഷെ അത് വളരെ അധികം അടിപൊളിയായിട്ട് അത് വന്നിട്ടുണ്ട് സംഭവം. ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറെ കഥയാണ് സംഭവം. 33 വർഷം വർക്ക് ചെയ്തിട്ട് റിട്ടയർഡായിട്ട് ഇനി എന്താണ് മുന്നോട്ട് എന്നുള്ളത് ആലോചിച്ച് പകച്ചു നിൽക്കുന്നൊരു ബാലൻ. അപ്പം അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസറെ പരിപാടിയാണ്. എന്നിട്ട് പുള്ളി റിട്ടയർഡ് ചെയ്തിട്ടും പുള്ളിയുടെ ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു കമ്മിറ്റ്മെൻറ്റും കൊണ്ട് പുള്ളി ഒരു CID പോലൊരു സംഭവം സെറ്റപ്പ് ആക്കിയിട്ട് ഒരു കേസ് അന്വേഷിക്കുന്നതാണ് കഥ. അത് പുള്ളി എത്രമാത്രം ഉൾക്കൊണ്ടാണ് ചെയ്തേക്കണം എന്നുള്ളത് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വളരെയധികം രസമുള്ള പരിപാടി. പുള്ളിയുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലും നടത്തം, നോട്ടം, ഇരുത്തം എന്തെല്ലാം ഉണ്ടോ എല്ലാ മാനറിസങ്ങളും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബൈജു ഉണ്ട്, സുധീർ കരമനയുണ്ട്, അനുമോൾ, അങ്ങനെ ചെറുതും വലുതുമായ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. എല്ലാവരും അതെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൊടുത്ത സംഭവം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ മിസ്സായി പോയി. ഇപ്പോൾ OTT വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പോയി കാണാം. മസ്റ്റ് വാച്ചാണ്. എന്തായാലും നിരാശപ്പെടുത്തൂല, ആ ഒരു ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന്. കാരണം സെക്കൻഡ് പാർട്ടിനുള്ള ഒരു പരിപാടികളൊക്കെയാണ് ഷാജോൻ ചേട്ടൻ ചെയ്തു വെച്ചേക്കണത്. ഈ കേസ് എന്തായാലും പുള്ളി സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ക്യാരക്ടർ വെച്ചിട്ട് ഒരു കേസ് കൊടുത്താൽ മതിയല്ലോ അടുത്ത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ 2ാം ഭാഗം വരുമായിരിക്കും. നമുക്ക് പടം കണ്ടാലറിയാം പടത്തിൻ്റെ എന്താണ് ബഡ്ജറ്റ്, എന്താണ് സംഭവം എന്നുള്ളത്. ചെറിയൊരു സെറ്റപ്പിൽ പിടിച്ചേക്കുന്ന പരിപാടിയാണ്. പക്ഷേ പടം നല്ലൊരു ഡീസൻറ്റ് ത്രില്ലറാണ്. നല്ല സസ്പെൻസ്, നല്ല ക്യൂരിയോസിറ്റി ഒക്കെ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ഇച്ചിരി ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ കവറപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് പരിപാടി. അപ്പോൾ എല്ലാവരും കാണാം. കാരണം ഇങ്ങനെയുള്ള ചെറിയ പടങ്ങളെ ആൾക്കാരൊക്കെ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. വെറും 15-18 ദിവസം കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് മൊത്തം റെഡിയാക്കിയാന്ന് പറയണം അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാം, കണ്ട അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ഇടിവെട്ട് പടമായിട്ട് വരാം. ടിൽ ദെൻ ബൈ. പിന്നെ അതുമാത്രമല്ല, ഇതിനകത്ത് കാണിക്കുന്ന കേസും അത് റിയൽ ലൈഫിൽ എവിടെയൊക്കെ നടന്നൊരു സംഭവത്തിന് ഇൻസ്പയറിംഗ് ആണെന്ന് പറയുന്നുണ്ട്.